ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. പ്രധാനമായിട്ടും ഗേൾസിനും ലേഡീസിനും ഒക്കെ വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്പാണ്. ആപ്പിൻ്റെ പേര് ഫ്ലോ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും മെൻസ്ട്രൽ സൈക്കിളും അതുപോലെ തന്നെ ഓവുലേഷൻ ട്രാക്കിങ്ങുമാണ് ഇത് മെയിനായിട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരിയഡ്സിൻ്റെ സൈക്കിളാണ്. അപ്പോൾ ഈ ആപ്പ് നമ്മുടെ പീരിയഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പീരിയഡ്സിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് മറവിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എപ്പോഴാണ് ലാസ്റ്റ് പീരിയഡ്സ് ആയത് എന്നൊക്കെ ഓർത്ത് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നതൊന്നും അല്ലെങ്കിൽ കലണ്ടറിൽ നോട്ട് ചെയ്തിടും, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിലൊക്കെ നോട്ട് ചെയ്തിടും. ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഈ ആപ്പ് സഹായിക്കുന്നത്, നമുക്ക് ലാസ്റ്റ് പീരീഡ്സ് ആയത് എന്നാണെന്ന് നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പീരീഡ്സ് ആവുന്നത് എന്നാണെന്നുള്ളത് നമുക്കൊരു 5 days മുമ്പേ നമുക്ക് അവർക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഈ ആപ്പ് സഹായിക്കുന്നത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ തരും എന്നുള്ളതാണ്. ഒരു നോർമൽ ഹെൽത്തി സൈക്കിൾ എന്ന് പറയുന്നത് 28 days ആണ്. ചില ആൾക്കാർക്ക് 28 daysന് മുമ്പേ പീരീഡ്സ് ആവാറുണ്ട്, ചില ആൾക്കാർക്ക് ഒരു 35 daysന് മുകളിലും പീരീഡ്സ് ആവാറുണ്ട്. 28 to 35 എന്ന് പറയുന്നത് നോർമൽ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ 35 daysന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ അബ്നോർമൽ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 28 daysന് മുമ്പേ ആയാലും അതും അബ്നോർമലാണ്. അപ്പോൾ ഈ ആപ്പിൽ നമുക്കത് കൃത്യമായിട്ടൊരു ഗ്രാഫിൽ അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഹൈലൈറ്റ്. അതായത് ഓരോ മാസവും നമ്മുടെ പീരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ഓക്കെ ആണോ അല്ലെങ്കിൽ കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇത് ഒരു മാസത്തെ കാര്യമല്ല കേട്ടോ. കൃത്യമായിട്ട് നമ്മൾ എന്ന് മുതൽ ഈ ആപ്പ് യൂസ് ചെയ്യുന്നോ അന്ന് മുതലുള്ള എല്ലാ ഹിസ്റ്ററിയും നമുക്ക് ഈ ഒരു ആപ്പിൽ കിട്ടും. ഞാൻ ഏകദേശം 3 വർഷമായിട്ട് ഈ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണം 3 വർഷം വരെയുള്ള എൻ്റെ ഹിസ്റ്ററി കൃത്യമായിട്ട് ഈ ആപ്പിലുണ്ട്. ഇത് പ്രധാനമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ, അവർ ഏതെങ്കിലും തരത്തിൽ PCOD അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂയോ എന്തെങ്കിലും കാരണം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടും. അതായത് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് മുമ്പ് എങ്ങനെയാണ്, ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഈ ആപ്പിലൂടെ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി നമുക്ക് അറിയാൻ സാധിക്കും. പിന്നീട് മൂന്നാമതായിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോഗിൻ സിംറ്റംസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് നമ്മുടെ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ്, അതായത് പീരീഡ്സ് ആവുന്നതിന് മുമ്പ് കുറച്ച് ഡേയ്സ് നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട് ശരീരത്തിന്. അതായത് ചിലർക്ക് മൂഡ് സ്വിങ്സ്, ബോഡി പെയിൻ, തലവേദന, അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ തന്നെ നമുക്കിതിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് അപ്ഡേറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തരത്തിൽ ഇത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ആപ്പ് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക് ഉണ്ട് എന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ തന്നെ അവിടുന്ന് മെസ്സേജസും അതുപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷനൊക്കെ വരും. നിങ്ങൾക്ക് തലവേദന മാറണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം. അതായത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഒരു ഡോക്ടർ പറയുന്ന പോലെ മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. നാച്ചുറലായിട്ട് ആ ഒരു പെയിനെ എങ്ങനെ മാറ്റാം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസും മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നത്തിൽ പ്രീ മെൻസ്ട്രൽ സിംറ്റംസിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു റിലീഫ് കിട്ടും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഓവുലേഷൻ ട്രാക്കിംഗ് ആണ്. അതായത് മെൻസ്ട്രേഷൻ സൈക്കിളിനെ 4 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് ഓവുലേഷൻ. 12, 13, 14 ഈ 3 days ആണ് ഓവുലേഷൻ സ്റ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ 3 days തന്നെ ഒരു പ്രത്യേകം കളറിലൊക്കെ നോട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ആപ്പിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഫാമിലി പ്ലാനിങ് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ആപ്പിന് 2 വേർഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രീ ആയിട്ടുള്ള വേർഷൻ ഉണ്ട്, മറ്റേതൊന്ന് പെയ്ഡ് ആയിട്ടുള്ള വേർഷൻ ഉണ്ട്. ഞാനൊരു 3 വർഷമായിട്ട് ഫ്രീ വേർഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഫ്രീ വേർഷനിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അഡ്വാൻസ്ഡിൽ അവർ പറയുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന PCODയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് പീരീഡ്സ് ഡിലേ ആവുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ തന്നെ നമുക്കൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് തരും. അതുവഴി നമുക്ക് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. പിന്നെ അഡ്വാൻസ്ഡ് വേർഷനിലുള്ള ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലേഡി ക്യാരിങ് ആയി കഴിഞ്ഞാൽ ഫ്രം ഫസ്റ്റ് മന്ത് ടു ഡെലിവറി ആവുന്ന വരെയുള്ള ബേബിയുടെ ഗ്രോത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആ ലേഡിയുടെ ഹെൽത്ത്, ബേബിയുടെ ഹെൽത്ത്, ഇത് രണ്ടും
ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പോയിന്റ്സും സെഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്കിതിൻ്റെ ഫ്രീ വേർഷൻ തന്നെ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. കാരണം അതിൽ തന്നെ നമുക്ക് കിട്ടാനുള്ള എല്ലാ ഇൻഫോർമേഷനും അവർ കൃത്യമായിട്ട് തരുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ ഈ ആപ്പിൻ്റെ ഇതേ വേർഷൻ, അതായത് നമ്മുടെ ഫോണിലുള്ള അതേ വേർഷൻ നമ്മുടെ പാർട്ട്ണറിൻ്റെ ഫോണിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ വൈഫിന് പീരീഡ്സ് ആവുന്ന ടൈമും അല്ലെങ്കിൽ മൂഡ് സ്വിങ്സും അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ട്ണറിനും ഫോണിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഒരുവിധം പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റേജ് ഒക്കെ തന്നെ അറിയാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഫ്ലോ ആപ്പ്. ഞാൻ ഏകദേശം പോയിന്റ്സ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഫ്രീ ആണ്. നിങ്ങൾക്ക് ആൻഡ്രോയിഡിലായാലും iOS-ലായാലും രണ്ടിലും കയറി ഡൗൺലോഡ് ചെയ്യാം. ഫ്ലോ FLO ഇതാണ് ആപ്പിൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് കളയാൻ തോന്നത്തില്ല. കാരണം അത്രയും കംഫർട്ടബിൾ ആണ് നമുക്ക് ഈ ആപ്പ്. ഞാൻ ഏകദേശം ഒരു 3 വർഷമായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് പറയുകയാണ്, അത്രയും നമുക്ക് കംഫർട്ടബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇനി വേറൊരു ഇൻഫർമേഷൻ പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ആപ്പോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ല, അതൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡ് സ്റ്റേജ് ഉള്ളവരാണെങ്കിൽ നമുക്ക് വാട്സപ്പ് വഴി ഇപ്പോൾ നമ്മുടെ മെൻസ്ട്രേഷൻ കൃത്യമായിട്ട് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ ഒരു മെത്തേഡുണ്ട്. അതായത് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഇതൊരു വാട്സപ്പ് നമ്പറാണ്, ഇതിലേക്ക് ഒരു ഹായ് അയയ്ക്കുക. ഹായ് അയക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു റെസ്പോൺസ് വരും. അതിനുശേഷം ഒരു 5-6 ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ പീരീഡ്സിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് സിംറ്റംസ് കാണിക്കുന്നത്, അങ്ങനെ തുടങ്ങി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇതെല്ലാം അവർ ഓൾറെഡി അതിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിൽ നിങ്ങൾക്ക് എപ്പോഴാണ് പീരീഡ്സ് ആവുന്നതെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ഫോണിൽ വരും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇങ്ങനൊരു യൂസ് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ഫ്ലോ ആപ്പിൽ പറഞ്ഞതുപോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കൊന്നും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. ആപ്പ് ഒന്ന് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ജസ്റ്റ് ഡേറ്റ് മാത്രം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാട്സപ്പ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ലേഡീസിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ യൂസ്ഫുൾ ആണ് അവർക്കിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.